ഏവർക്കും നമസ്കാരം. ഇന്ന് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു കമ്പ്യൂട്ടറിന്റെ സ്പീഡ് കൂട്ടാം, അതുപോലെ ലാപ്ടോപ്പിന്റെ സ്പീഡ് കൂട്ടാം എന്നിങ്ങനെയാണ്. ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഒരു ലാപ്ടോപ്പിന്റെ സ്പീഡ് കൂട്ടുകയാണ്. അതിനായി നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോയി റൺ എന്നൊരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ റൺ എന്നൊരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓപ്പൺ ആയി വരുന്ന ഭാഗത്ത് ടെംപ് എന്നൊരു ഫോൾഡറിലേക്ക് പോകാം. ടെംപ് എന്നൊരു ഫോൾഡർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ കുറേ കുറേ ഫയലുകളും ഫോൾഡറുകളും കാണാവുന്നതാണ്. പക്ഷേ എൻ്റെ കുറച്ച് ഫയലുകളും ഫോൾഡറുകളുമേ ഉള്ളൂ. കാരണം ഞാൻ നേരത്തെ വന്ന് ഡിലീറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് ഡിലീറ്റ് ചെയ്യുക. കുറച്ച് 2-3 പോയിന്. 2-3 ഇതിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി. അങ്ങനെ നിങ്ങളുടേതാണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇതിൽ നിന്ന് കുറെ പോകേണ്ടതാണ്, ഡിലീറ്റ് ആയി പോകേണ്ടതാണ്. സ്കിപ്പ് അമർത്തുക. ഓക്കെ, ടെംപ് എന്നൊരു ഫോൾഡറിൽ പോയി അതിലുള്ള ഫയലുകളെല്ലാം ഡിലീറ്റ് ആക്കുക. ആവുന്നത്ര ഫയലുകൾ ഡിലീറ്റ് ആക്കുക. ആവാത്തത് നിങ്ങൾ നോക്കണ്ട, ആവാത്തത് അങ്ങനെ തന്നെ കിടക്കട്ടെ. ട്രൈ അഗൈൻ. ആവാത്തത് അതിൽ തന്നെ കിടക്കട്ടെ. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ റണ്ണിൽ പോയി പെർസെൻറ്റേജ് ഓക്കെ അമർത്തുക. അപ്പോൾ അതിൽ കുറെ ഫയലുകൾ വരുന്നത് കാണാം. അത് ഡിലീറ്റ് ആയി കൊടുക്കുക. ഡിലീറ്റ് ആയി കൊടുക്കുക. ഇതിന് നേരത്തെ ഞാൻ പോയി ഡിലീറ്റ് ആയി കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫയലുകളൊന്നും കാണാത്തത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ടെംപ് അമർത്തി ടെംപ് അമർത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലുകൾ കുറേ ഫയലുകൾ കാണാവുന്നതാണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ആവുന്നത്ര ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ അത് ഡിലീറ്റ് ചെയ്തു. ഇനി വേണ്ടത് റണ്ണിൽ പോയി പ്രീഫെച്ച് എന്നൊരു ഇതെടുക്കുക. പ്രീഫെച്ച് എന്നൊരു ഫോൾഡറിലേക്ക് നമ്മൾ പോകുന്നതായി കാണാം. റണ്ണിൽ പോയി പ്രീഫെച്ച് എന്ന് അടിച്ചു കൊടുത്താൽ പ്രീഫെച്ച് എന്നൊരു ഫയലിലേക്ക് നമ്മൾ പോകുന്നത് കാണാം. അപ്പോൾ അവിടെയുള്ള പ്രീഫെച്ച് എന്നൊരു ഫയലിലുള്ള ഫയലുകളെല്ലാം ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ഫയൽ മാത്രം അവിടെ കാണാവുന്നതാണ്. അത് ഡിലീറ്റ് ചെയ്യാനാവില്ല. ബാക്കിയെല്ലാം ടെമ്പററി ഫയലുകളാണ്, അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യാനാവും. അങ്ങനെ മൂന്ന് വിധത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ പഠിച്ചു. അതായത് ഒന്ന് ടെംപ്, രണ്ടാമത് പെർസെൻറ്റേജ് ആൻഡ് മൂന്നാമത്തത് പ്രീഫെച്ച് എന്നീ മാർഗങ്ങളാണ്. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പോൾ സ്പീഡ് കൂടുന്നതായി കാണാൻ പറ്റും. ഇതൊക്കെ സ്പീഡ് കൂടുന്നതായി കാണാൻ പറ്റും. ഓക്കെ.